ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വലിയൊരു വീഡിയോ തന്നെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024, അതായത് നമ്മൾ 2024 എന്ന വർഷം തീരാൻ പോവുകയാണ്. 2024 ടോപ്പ് 10 ഗെയിംസ് ഏതൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്നെങ്കിൽ ഞാൻ അധികം അങ്ങനെ എല്ലാ ഗെയിംസും ഈ ലിസ്റ്റിലുള്ള എല്ലാ ഗെയിംസും അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ടോപ്പ് 10 ആയിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആകുന്നില്ല. വെൽക്കം ടു മൈ ചാനൽ അബി വ്ളോഗ്സ്. വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് വീഡിയോ, വ്ളോഗ്സ്, ചാലഞ്ചസ് എല്ലാ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിംസ് ഏതൊക്കെയാണ് നമുക്ക് ഉടനെ നോക്കാം. ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിൽക്കുന്ന ടോപ്പ് 10th ഗ്രേഡിൽ നിൽക്കുന്ന ഗെയിം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂഡോ കിങ് ആണ്. ലൂഡോ കിങ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കളിച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരിക്കും ലൂഡോ കിങ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വേറെ ഒന്നുമില്ല, നമ്മുടെ ലൂഡോ തന്നെയാണ്. അത് ഒരുപാട് പേര് ഈ വർഷം കളിച്ചിട്ടുള്ളൊരു ഗെയിമും കൂടി തന്നെയാണ് ലൂഡോ കിങ് എന്ന് പറയുന്നത്. 10th ഗ്രേഡിൽ നിൽക്കുന്നത് ആ ഒരു ഗെയിമാണ്. ഞാൻ ഒരു ഗെയിമിനെ പറ്റി എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമും കൂടിയാണ് ലൂഡോ എന്ന് പറയുന്നത്. അപ്പോൾ ലൂഡോ കിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൂഡോ കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. ഒരുപാട് രസകരം ആയിട്ടുള്ള ഗെയിമും കൂടിയാണ്. നമുക്കത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ലൂഡോ കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലിസ്റ്റ് 2ലുള്ള ഗെയിം നോക്കാം. ലിസ്റ്റ് 2 വന്നിരിക്കുന്നത് എന്നാൽ പോക്കിമോൺ ഗോ പറയുന്ന ഗെയിം തന്നെയാണ്. പോക്കിമോൺ ഗോ എന്ന് പറയുന്ന ഗെയിമും ഈ വർഷം, അതായത് 2024 ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് പോക്കിമോൺ ഗോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടില്ലാത്ത ഗെയിം തന്നെയാണ്. പോക്കിമോൺ ഗോ എന്ന് പറയുന്ന ഗെയിം ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു ഗെയിം കൂടിയാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റിംഗ് കാണാൻ പറ്റുന്ന ഒരു ഗെയിമാണ് പോക്കിമോൺ ഗോ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സും എല്ലാം വരുന്ന ഒരു ഗെയിം തന്നെയാണ് പോക്കിമോൺ ഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോക്കിമോൺ ഗോയാണ് നമ്മുടെ 9th ഗ്രേഡിൽ നിൽക്കുന്ന ഗെയിം എന്ന് പറയുന്നത്. ഇനി നമുക്കടുത്ത 8th ഗ്രേഡിൽ ഏത് ഗെയിമാണ് നിൽക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കാം. ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മുടെ 8th ഗ്രേഡിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാഷ് ഓഫ് ക്ലാൻ ഞാൻ 8th ഗ്രേഡിൽ കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഇതുപോലെ തന്നെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുന്നത്. ബട്ട് റേറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ടോപ്പിലോട്ട് വരാനുള്ള സാധ്യത എത്തിയിട്ടില്ല ക്ലാഷ് ഓഫ് ക്ലാനിന്. അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് അതിന് പ്ലേ സ്റ്റോറിൽ ഒരുപാട് പേര് കളിച്ചിട്ടുള്ള രീതിയിലായാലും ഗെയിം എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സിലും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്ന നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടവും ഒരുപാട് പേര് ആൻഡ്രോയിഡിൽ തന്നെ ഒരുപാട് പേര് കളിക്കുന്ന ഗെയിമും തന്നെയാണ്. ഓക്കെ, ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുന്നത് നല്ലൊരു ഗെയിം തന്നെയാണ് ക്ലാഷ് ഓഫ് ക്ലാൻ. ഇനി അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. 7th ഗ്രേഡിൽ നിൽക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കിയാൽ 7th ഗ്രേഡിൽ നമുക്ക് ഏവർക്കും ഇഷ്ടമായിട്ടുള്ള എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഗെയിമായിട്ടുള്ള ആ ഗെയിം തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മുടെ 7th ഗ്രേഡിൽ നിൽക്കുന്നത് 2024 ഗെയിമിൽ. ഓക്കെ, ഈ ഫുട്ബോൾ ഞാനും കളിച്ചിട്ടുള്ളതാണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് MB വേണം. അല്ല, ഡൗൺലോഡ് ചെയ്ത ശേഷം വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഗ്രാഫിക്സിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന ഗെയിമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഗെയിം തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ് ഈ ഫുട്ബോൾ. ഞാൻ ഒരുപാട് അതിൽ കളിച്ചിട്ടുണ്ട്. ആൻഡ് നല്ല റേറ്റിംഗും ഉള്ള ഒരു ഗെയിം തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കാണ് ഇറങ്ങിയെങ്കിലും ഈ ഗെയിം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ്, ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുള്ള മാത്രമല്ല നല്ല ഗ്രാഫിക്സ്, ഒരുപാട് ക്യാരക്ടേഴ്സിനെയും പ്ലെയേഴ്സിനെയും നല്ല രീതിയിൽ അവർ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഗെയിം തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ഗെയിമാണെങ്കിൽ വേഗം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഈ ഫുട്ബോൾ കളിച്ചു നോക്കുക. നമ്മുടെ 6th ഗ്രേഡിൽ നിൽക്കുന്നത് റോബ്ലോക്സ് ആണ്. ഓക്കെ, റോബ്ലോക്സ് അറിയാത്ത കുറച്ച് പേര് മാത്രമേ കാണൂ. കാരണം ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഗെയിമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അറിയാത്ത ആൾക്കാരിൽ ഒരാളാണ് ഞാനും. ഓക്കെ, റോബ്ലോക്സ് ഞാൻ അധികം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും റോബ്ലോക്സ് എന്താണെന്ന് അറിഞ്ഞത്. നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട് റോബ്ലോക്സിനെ പറ്റി. ഓക്കെ, അപ്പോൾ റോബ്ലോക്സ് എന്ന ഗെയിമും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് റേറ്റിംഗ് ഉള്ള ഒരു ഗെയിമാണ് റോബ്ലോക്സ്. അതിൽ തന്നെ പല ടൈപ്സ് ഗെയിംസ് ഉണ്ട്. നമുക്ക് അവരുടെ രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ് റോബ്ലോക്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നല്ലൊരു ഗെയിമും കൂടിയാണ്. ഓക്കെ, റോബ്ലോക്സ്. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വന്നപ്പോൾ റോബ്ലോക്സ് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി 5th ഗ്രേഡിൽ നിൽക്കുന്ന ഏതാണെന്ന് നോക്കിയേക്കാം. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ എന്ന് പറയുന്ന ഗെയിമാണ്. ഓക്കെ, അത് നമ്മൾ പബ്ജി ടൈപ്പൊക്കെ വരുന്ന ഒരു ഗെയിം തന്നെയാണ്. പബ്ജി, ഫ്രീ ഫയർ ടൈപ്പൊക്കെ വരുന്നത്. ഓക്കെ, ഞാൻ അതിന് 5th സ്ഥാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ 5th
5th സ്ഥാനം വരെ ഉള്ളൊരു മെച്ചമൊക്കെ അതിലുണ്ട്. അതുപോലെ ആ ഗെയിം അത്യാവശ്യം നല്ല ഗെയിമാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തതിന് ഞാൻ ഗെയിം അങ്ങനെ കളിച്ചിട്ടില്ല. മാത്രമല്ല എനിക്ക് അതിനെ പറ്റിയുള്ള വലിയ റിവ്യൂ ഒന്നും അറിയില്ല. ഞാൻ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 5th ഗ്രേഡിലാണ് അതിന് കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. കാർട്ടൂൺ മൊബൈൽ എന്ന് പറയുന്ന ഗെയിം ഗ്രേഡിലും ഡൗൺലോഡ്സിനും ആൾക്കാരുടെ അഭിപ്രായത്തിൽ നോക്കി കഴിയുമ്പോൾ 5th സ്ഥാനത്തിൽ. എനിക്ക് അത്രേ പറയുക, കാരണം ഞാൻ ഗെയിം കൂടുതൽ കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. നമുക്ക് 4th സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് കഴിഞ്ഞാൽ മൊബൈൽ ലെജൻഡ്സ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല കിട്ടി ഗ്രാഫിക്സോടെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് മൊബൈൽ ലെജൻഡ്സ് എന്ന് പറയുന്നത്. പല ആൾക്കാരും പ്ലേ സ്റ്റോറിലൂടെ അല്ലാതെ ആഡ്സിലൂടെയും കളിച്ചിട്ടുള്ള ഗെയിം തന്നെയായിരിക്കും മൊബൈൽ ലെജൻഡ്സ് എന്ന് പറയുന്ന ഗെയിം. അഫ്കോഴ്സ് ഞാനും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇതിനോട്ട് റിസർച്ച് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കി. മോനെ കിടിലൻ ഗെയിം തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല, മൊബൈൽ ലെജൻഡ്സ് കളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്ക്. കിടിലൻ ഗെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല പബ്ലിക് ഡൗൺലോഡ് ചെയ്ത് കളിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ റേറ്റിംഗ് എല്ലാം കൂടി ചേർത്തിട്ടാണ് മൊബൈൽ ലെജൻഡ്സ് 4th സ്ഥാനത്തിൽ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ഗ്രാഫിക്സും നല്ല രസമുള്ളൊരു ഗെയിം തന്നെയാണ് മൊബൈൽ ലെജൻഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് 3rd സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത് നോക്കാം. അഫ്കോഴ്സ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും 3rd സ്ഥാനത്ത് നിൽക്കുന്നത്. നമുക്ക് പി സിയിലൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ്. GTA 5 എന്നാണ് ഗെയിമിൻ്റെ പേര്. ഓക്കെ, 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്. 2024 ബെസ്റ്റ് ഗെയിംസ് ടോപ്പ് 10 ഗെയിംസിൽ നിൽക്കുന്ന GTA 5 ആണ്. അത്യാവശ്യം ഒരുപാട് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. റേറ്റിംഗ് ഉള്ളൊരു ഗെയിമാണ് GTA 5 എന്ന് പറയുന്നത്. GTA 5 ഒരുപാട് ഗ്രാഫിക്സിൻ്റെ രീതിയിലെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം മെച്ചപ്പെട്ട ഗ്രാഫിക്സാണ് നിൽക്കുന്നത്. GTA 5 വേറെ ലെവൽ ഗെയിം തന്നെയാണ് GTA 5. ബട്ട് ഞാൻ കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് അധികമൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത ഗെയിമിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് 2 നിൽക്കുന്നത് എല്ലാവരും കാത്തിരുന്ന ഗെയിം തന്നെയാണ് മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് 2 2024 നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് 2 നിൽക്കുന്ന ഗെയിം എന്ന് പറയുന്ന മൈൻഡ് ക്രാഫ്റ്റ് ആണ്. ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തും ഒരുപാട് റേറ്റിംഗും ഉള്ള ഒരു ഗെയിം തന്നെയാണ് മൈൻഡ് ക്രാഫ്റ്റ്. ഞാനും കളിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നമ്മുടേതായിട്ടുള്ളൊരു സ്ഥലം പ്ലേസിൽ നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങൾ ബിൽഡ് ചെയ്ത് ഓരോ ദിവസവും ഓരോരോ ലെവലായിട്ട് നീക്കിക്കൊണ്ട് പോകുന്ന ഒരു ഗെയിമാണ്. അഫ്കോഴ്സ് മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം ഭയങ്കര ഒരു കിട്ടില്ല ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൈൻഡ് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കൂടിയാണ്. ഗ്രാഫിക്സിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ വേറെ ലെവലാണ്. നല്ല രീതിയിൽ നമുക്ക് കളിച്ച് പോകുന്നുള്ള ഒരു ഗെയിം തന്നെയാണ് മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പ് 1 നിൽക്കുന്ന ഗെയിം തന്നെയാണ് നിങ്ങളെല്ലാവരും ഇത്രയും നേരം പറയാൻ കാത്തിരുന്ന ഗെയിം ഫ്രീ ഫയർ. എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ടോപ്പ് 1 നിൽക്കുന്നത്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അല്ലെങ്കിൽ ഫ്രീ ഫയറിന് ഫ്രീ ഫയറിനില്ലാത്ത ഫാൻസാണോടാ? ഇങ്ങനൊരു ഫ്രീ ഫയർ വലിയ ഫാനും വലിയ കളിക്കുന്ന ആളൊന്നുമില്ല, ഒരിക്കലല്ല. ബട്ട് ഇപ്പോൾ റിസർച്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ തന്നെയാണ്. കാരണം ഒരുപാട് പേര് റേറ്റിങ്ങും ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് ഫ്രീ ഫയർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഭയങ്കര റേറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ പോലും ഇത്രയും വിചാരിച്ചില്ല. നമുക്ക് പല രീതിയിൽ ഒരുപാട് പേര് കളിച്ചിട്ടോ ഒരുപാട് പേര് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ ഫ്രീ ഫയർ നല്ല രീതിയിൽ കളിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ കളിക്കാത്ത ആൾക്കാരെ തന്നെ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചോ. ഫ്രീ ഫയർ മാക്സ് എന്നാണ് ഗെയിമിൻ്റെ പേര്. വേറെ ലെവലാണ്. അതായത് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൂടിയുള്ളൊരു ഗെയിം തന്നെയാണ്. അതുകൊണ്ട് 2024 ടോപ്പ് 1 നിൽക്കുന്ന ഗെയിം എന്ന് പറയുമ്പോൾ ഫ്രീ ഫയർ മാക്സ് ആണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഫ്രീ ഫയർ മാക്സ് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഒരുമിച്ച് ഇന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ്. അതായത് നമുക്ക് അത് വഴി നമ്മുടെ ID വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. നല്ല ഗ്രാഫിക്സും വേറെ ലെവൽ ഗെയിം തന്നെയാണ്. ഓരോരോ ലെവൽ വെച്ച് നമുക്ക് കയറി കളിക്കാനും പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ്. വേറെ ലെവൽ ഗെയിമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ ഫ്രീ ഫയറിനെ പറ്റി ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുമായിരുന്നു ഫ്രീ ഫയർ. അപ്പോൾ ഞാൻ കളിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഫ്രീ ഫയർ ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഫ്രീ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ടോപ്പ് 10 ഗെയിംസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ടോപ്പ് 10 ഗെയിംസ്. ഇനി 2024 നമ്മൾ തീരാൻ പോവുകയാണ്. ഇനി വേറെ ഗെയിംസൊന്നും അങ്ങനെ വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ടോപ്പ് 10 ഗെയിംസ് ഒന്നും ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ്. കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസൊക്കെ വരാൻ പോവുകയാണല്ലേ, ഡിസംബർ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കട്ടെ. 2024 കഴിഞ്ഞിട്ട് 2025 ഗെയിം തന്നെയാണോ ടോപ്പായിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു ടെക് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് വീഡിയോ അല്ലെങ്കിൽ ചാലഞ്ച് ഏത് വീഡിയോ ആണെങ്കിലും ആവാം, ഏത് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം കമൻറ്റ് ചെയ്യൂ. അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടുക്കാഴ്ച വീഡിയോ വീണ്ടും വരുന്നവരെ മൈനിങ് ഓഫ് അബി ബ്ലോഗ്സ്റ്റർ. ബൈ.